നിങ്ങൾ ചീത്ത പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 5 കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1. ലാ തസുബ്ബുദ്ദീക, നിങ്ങൾ പൂവൻ കോഴിയെ ചീത്ത പറയരുത്. കാരണം ഫഇന്നഹു യദ്ഉ ഇലസ്വലാത്ത്, അത് നിസ്കാരത്തിന് ക്ഷണിക്കുന്നു എന്നതാണ്. അപ്പോൾ പൂവൻ കോഴി സുബഹിൻ്റെ മുമ്പായിട്ട് നമ്മളെ കൂകി വിളിച്ചുണർത്തുന്നുണ്ട്. അത് നിസ്കാരത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്യുന്ന ജീവിയാണ് പൂവൻ കോഴി. അതുകൊണ്ട് നിങ്ങളതിനെ ചീത്ത പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പൂവൻ കോഴി നമ്മുടെ വീട്ടിൽ നമുക്ക് പല ഉപദ്രവങ്ങളും ചെയ്തേക്കാം. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഉണക്കാനിട്ട വസ്ത്രത്തിൻ്റെ മുകളിൽ ചിലപ്പോൾ കയറി എന്ന് വന്നേക്കാം. അപ്പോൾ നമ്മൾ ചീത്ത പറയരുത്. അതുപോലെ നമ്മുടെ വീടിൻ്റെ ഉൾഭാഗം വൃത്തികേടാക്കി എന്ന് വന്നേക്കാം. അപ്പോഴും നമ്മൾ ചീത്ത പറയരുത്. പൂവൻ കോഴിയെ നിങ്ങൾ ചീത്ത പറയരുത്. അത് നിസ്കാരത്തിന് ക്ഷണിക്കുന്നു, നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തുന്നു എന്ന ഗുണം ചെയ്യുന്ന ജീവിയാണ്. അതുകൊണ്ട് അതിനോട് മോശമായിട്ട് പെരുമാറരുത്, അതിനെ ചീത്ത പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2ാമത്തെ കാര്യം, ലാ തസുബ്ബുദ്ദഹ്റ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. കാലം എന്ന് പറഞ്ഞാൽ വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, തണുപ്പുകാലം, ഇതൊക്കെ കാലങ്ങളാണ്. ഈ കാലങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ചീത്ത പറയരുത്. കാരണം ഫഇന്നല്ലാഹ ഹുവദ്ദഹ്റു, കാരണം അള്ളാഹുവാണ് കാലം എന്ന്. അള്ളാഹുവാണ് കാലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണല്ലോ കാലം നിയന്ത്രിക്കുന്നത്. തണുപ്പ് കാലം ഉണ്ടാക്കുന്നത് അള്ളാഹുവാണ്. അതുപോലെ ശക്തമായ കാറ്റടിക്കുന്ന കാലമുണ്ടാവും, അതും അള്ളാഹുവാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ശക്തമായ മഴ ഉള്ള സമയം ഉണ്ടാവും, അതും അള്ളാഹുവാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ശക്തമായ വെയിലുള്ള സമയം ഉണ്ടാവും, ചൂടുള്ള സമയം ഉണ്ടാവും, അതൊക്കെ അള്ളാഹുവാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കാലത്തിന് നിങ്ങൾ ചീത്ത പറയരുത് എന്ന്. അപ്പോൾ മഴക്കാലം അത് ഒരുപാട് ഉപകാരം നമുക്കുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്കത് ഉപദ്രവമായിട്ട് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ആ മഴയെ കുറ്റം പറയരുത്. അതുപോലെ തന്നെ ശക്തമായ ചൂടുണ്ടാവുമ്പോൾ അതിന് നമ്മൾ കുറ്റം പറയരുത്, അത് ക്ഷമിക്കുകയാണ് വേണ്ടത്. അതുപോലെ ശക്തമായ കാറ്റടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ കാലത്തിന് കുറ്റം പറയരുത്. അപ്പോൾ നമ്മൾ ക്ഷമിക്കണം. ഇങ്ങനെ ആ കാലം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ കാലത്തിന് ചീത്ത പറയരുത്. ശരിക്ക് അതാരെ ചീത്ത പറയും പോലെയാണ്? അള്ളാഹുവിനെ ചീത്ത പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? നിങ്ങൾ കാലത്തിന് കുറ്റം പറയരുത്, ചീത്ത പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 3ാമത്തെ എന്താണ്? ലാ തസുബ്ബു ഖുറൈശൻ, നിങ്ങൾ ഖുറൈശികളെ ചീത്ത പറയരുത്. ഖുറൈശി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയാണല്ലോ, സയ്യിദന്മാർ, തങ്ങന്മാർ. അപ്പോൾ ഖുറൈശികളെ നിങ്ങൾ ചീത്ത പറയരുത്. കാരണം ഫഇന്ന ആലിമഹ യംലഉൽ അർള ഇൽമാ, അഥവാ അവരിൽ ഒരു പണ്ഡിതൻ, അഥവാ ഈ ഖുറൈശികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ വിജ്ഞാനം കൊണ്ട് ഭൂമി നിറക്കും എന്ന്. ഇത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആണ് എന്ന് മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബ് ഒരുപാട് ഉണ്ടല്ലോ, ആ കിതാബുകളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ലോകം മുഴുവനും അതുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ, അതിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ
ഖുറൈശികളിൽ ഒരു പണ്ഡിതന്റെയും വിജ്ഞാനം കൊണ്ട് നിറക്കും, അതുകൊണ്ട് ഖുറൈശികളെ ചീത്ത പറയരുത്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം എന്താ? ആ കാലഘട്ടത്തിൽ ചീത്ത പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. അപ്പോൾ ഖുറൈശികളെ നിങ്ങൾ ചീത്ത പറയരുത്. അപ്പോൾ സയ്യിദന്മാരെ നമ്മൾ എന്ത് ചെയ്യരുത്? ചീത്ത പറയാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ. കാരണം അതിൽ ഇൽമ കൊണ്ട് നിറക്കുന്ന അഥവാ ഇൽമ പ്രചരിപ്പിക്കുന്ന ഒരു പണ്ഡിതൻ വരാനുണ്ട് എന്ന്. ഇനി നാലാമത്തേത്, ലാ തസുബ്ബു ഷൈത്വാൻ. ഷെയ്ത്വാനെ നിങ്ങൾ ചീത്ത പറയരുത്. ഷെയ്ത്വാനെ ചീത്ത പറയരുത് എന്നോ? നബിതങ്ങൾ പറയാ, ലാ തസുബ്ബു ഷൈത്വാൻ, നിങ്ങൾ ഷെയ്ത്വാനെ ചീത്ത പറയരുത്. പിന്നെന്താ ചെയ്യണ്ടേ? വാ തുഊദു ബില്ലാഹി മിൻ ശർരിഹി, അവൻ്റെ നാശത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക. നിങ്ങൾ ചീത്ത പറയല്ല വേണ്ടി. പിശാചിൻ്റെ പേര് കേട്ടാൽ, ഷെയ്ത്വാൻ്റെ പേര് കേട്ടാൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ചെല്ലണം. പക്ഷേ ചീത്ത പറയാൻ പാടില്ല. ചീത്ത പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ സ്വഭാവമല്ലല്ലോ. അപ്പോൾ ചീത്ത പറയല്ല വേണ്ടി, അവൻ്റെ നാശത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുകയാണ് വേണ്ടത് എന്ന്. അപ്പോൾ പിശാചിനെ തൊട്ട് നമ്മൾ കാവലിനെ ചോദിക്കാൻ വേണ്ടി, അതാണ് ഓൻ്റെ ഉപദ്രവമാണ് നമ്മൾ കാവൽ തേടേണ്ടത്. അവനെ ചീത്ത പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ഒരു കാര്യമില്ലല്ലോ. ശൈത്താനിപ്പോൾ ചീത്ത പറഞ്ഞത് കൊണ്ട് എന്തോ കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ഓൻ്റെ ഷെറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കാവൽ ചോദിക്കണം. അവന് മരണസമയത്ത് പേപ്പിക്കാൻ വരും. അതുപോലെ ജീവിതകാലത്ത് നമ്മളങ്ങനെ തെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളങ്ങനെ പേപ്പിക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ പിന്നാലെ കൂടും. അപ്പോൾ ഒക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ആ ഒരു കാവൽ നമ്മളെപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മളത് ചെല്ലണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അതാ നമ്മൾ ചോദിക്കേണ്ടത്. എന്നിട്ട് അവനിൽ നിന്ന് നമ്മൾ സംരക്ഷണം നേടിയെടുക്കണം. അള്ളാഹുവിനോട് അവനെ തൊട്ട് കാവൽ ചോദിക്കണം എന്ന്. അപ്പോൾ ശൈത്വാനെ ചീത്ത അറിയല്ല വേണ്ടത്, അവനെ തൊട്ട് നമ്മൾ കാവൽ ചോദിക്കുകയാണ് വേണ്ടത് എന്ന്. ഇനി അഞ്ചാമത്തെ എന്താണ്? ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്. കണ്ടോ, നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാണല്ലോ സ്വഹാബികൾ. നബിതങ്ങളെ കണ്ട്, നബിതങ്ങളെ ദർസിലിരുന്ന് ഇൽമ പഠിച്ച് അത് അതേപടി ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് പ്രചരിപ്പിച്ചു കൊടുത്ത് ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി പല നാടുകളിലേക്കും പോയി പ്രചരിപ്പിച്ച ആ സ്വഹാബികളെ നിങ്ങൾ ചീത്ത പറയരുതേ. ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്. എന്നിട്ട് പറയാട്ടോ, ഫഇന്നഹു യജീഉ ഫി ആഖിരി സമാൻ ഖൗമുൻ യസുബ്ബൂന അസ്ഹാബി, അവസാന കാലത്തിൽ ഒരു വിഭാഗം ആൾക്കാർ വരും. അവരെന്താ ചെയ്യുക? സ്വഹാബത്തിനെ ചീത്ത പറയും. കണ്ടോ, സ്വഹാബത്തിനെ ചീത്ത പറയുന്നൊരു വിഭാഗം അവസാന കാലഘട്ടത്തിൽ വരും. ഉമർ ശരിയല്ല, ഉസ്മാൻ ശരിയല്ല, അബൂബക്കർ ശരിയല്ല എന്ന് പറഞ്ഞ് സ്വഹാബികളെ ചീത്ത പറയുന്നവർ, സ്വഹാബത്ത് ചെയ്തൊന്നും ശരിയല്ല, ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം വരും എന്ന്. അവസാന കാലഘട്ടത്തിൽ വരുന്ന സ്വഹാബികൾ ചെയ്തൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവരെ ചീത്ത പറയുന്ന ആളുകൾ വരും. കണ്ടില്ലേ? എന്നിട്ട് പറയാം, അവർ ആ സ്വഹാബത്തിനെ ചീത്ത പറയുന്നവരോട് എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്? ഫഇം മരിളൂ ഫലാ തഊദുഹും, അവർ രോഗിയായാൽ നിങ്ങൾ സന്ദർശിക്കരുത്. കണ്ടോ, സ്വഹാബികളെ ചീത്ത പറയുന്നവരെന്താക്കരുത്? അവർ രോഗിയായാൽ നിങ്ങൾ സന്ദർശിക്കാൻ പോകണ്ടാണ്. സ്വഹാബികളെ ചീത്ത പറയുന്നത് അത്രയും വലിയ കുറ്റമാണ്, തെറ്റാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രോഗിയായാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? സ്വഹാബത്തിന് ചീത്ത പറയുന്ന ആളാണെങ്കിൽ
അവർ രോഗിയെ ഞങ്ങൾ എന്താക്കണ്ട, സന്ദർശിക്കാൻ പോണ്ട. ഇനി വ ഇമ്മാത്തൂ, അവർ മരിച്ചാൽ ഫലാ തഷ്ഹദൂഹും, നിങ്ങൾ അവിടെ ഹാജരാവാനും പോണ്ട. ഒരു സ്വഹാബത്തിന് ചീത്ത പറയുന്ന, സ്വഹാബികളെ ചീത്ത പറയുന്ന ഒരാൾ മരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അവിടെ ഹാജരാകാൻ പോണ്ട, അങ്ങോട്ട് പോണ്ട. അതുപോലെ തന്നെ വല തുനാക്കിഹുഹും, അവരുമായി നിങ്ങൾ വിവാഹബന്ധം നടത്തരുത്, നിങ്ങളെ മക്കളെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കരുത്, ഓല മക്കളെ നമ്മളെ വീട്ടിൽക്കും കെട്ടിച്ചു കൊണ്ടുവരരുത്. കണ്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദർശം അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. സുന്നികൾക്കേ യോജിക്കും. അപ്പോൾ സുന്നികൾ ആണോ എന്ന് നമ്മൾ നോക്കണം നമ്മളെ മക്കളെ കെട്ടിക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ മരിച്ചാൽ 3 ഉണ്ടാവില്ല, 15 ഉണ്ടാവില്ല, 40 ഉണ്ടാവില്ല, ആണ്ടും ഉണ്ടാവില്ല. നല്ല കാര്യങ്ങളൊന്നും നടക്കൂല, നമ്മളെ പേരിൽ നല്ല കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. സുന്നികൾക്കേ നമ്മളെ മക്കളെ കെട്ടിച്ചു കൊടുക്കാവൂ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പുത്തൻപാതി നമ്മളെ വീട്ടിൽ വന്നാൽ 4 പുതിയാപ്പിളാരും സുന്നിയാണെങ്കിലും ഒരു പുത്തൻവാദി ഉണ്ടെങ്കിൽ ഓൻ എന്ത് ചെയ്യൂല, മൗലിദിന് വരൂല. മൗലിദ് നമ്മളെ വീട്ടിൽ മൗലിദ് എടുക്കുമ്പോൾ ലാസ്റ്റ് ചോറുന്ന സമയത്താണ് എന്ത് ചെയ്യുക, എത്തുക. അങ്ങനത്തെ ഒരവസ്ഥയായിരിക്കും, മൗലിദിൽ പങ്കെടുക്കൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വിവാഹബന്ധം നോക്കുമ്പോൾ സുന്നികളെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ തിരഞ്ഞെടുക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശം മുറുകെ പിടിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. സ്വഹാബികളെ ചീത്ത പറയുന്നവരെ നമ്മൾ അടുപ്പിക്കാൻ പാടില്ല. അവർ രോഗിയായ സന്ദർശിക്കരുത്, അവർ മരിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, അവിടെ അങ്ങനെ നോക്കിക്കാൻ പോകണ്ട, അവിടെ സാക്ഷിയാവാൻ പോകണ്ട, നിങ്ങളെ മക്കൾ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യരുത് എന്ന് മാത്രമല്ല നിർത്തില്ല. വല തുസല്ലിമു അലൈഹിം, അവർക്ക് നിങ്ങൾ സലാം പറയരുത്. കേട്ടോ, സലാം പറയാനും കൂടി പറ്റൂല. സഹാബികളെ ചീത്ത പറയുന്നവരാ, അവർക്ക് സലാം പറയാനും കൂടി പറ്റൂല. എത്രത്തോളാണ്. വല തുസല്ലു അലൈഹിം, അവർക്ക് നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്യരുത്. അവർ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കുകയും വേണ്ട. അത്രത്തോളം സ്വഹാബികളെ ചീത്ത പറയുന്ന ആൾക്കാരാണെങ്കിൽ അവരെ നമുക്ക് അടുപ്പിക്കാൻ പറ്റൂല. അവരെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമുക്ക് ചേർക്കാൻ പറ്റുകയില്ല. അപ്പം വലിയ ഗൗരവമാണ്. അപ്പം നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നും മുറുകെ പിടിക്കണം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും കാണിച്ചു തന്ന മാർഗത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സുന്നികളായ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതാണ് ശരിയായ വഴി, അഹ്ലുസുന്നത്തി വൽ ജമാഅ. സ്വഹാബത്തിന് ചീത്ത പറയുന്ന ആളുകൾ അവർ പിഴച്ച ആളുകളാണ്. അവരെ പാത നമ്മൾ പിൻപറ്റാൻ പാടില്ല. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് 5 ചീത്ത പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.